നമ്മുടെ ക്യൂബേസ് 5 ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പണായി വരുമ്പോൾ തന്നെ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് വിൻഡോ കാണാം. ഇതിൽ റീസെൻറ്റ്, റെക്കോർഡിംഗ്, സ്കോറിംഗ്, പ്രൊഡക്ഷൻ, മാസ്റ്ററിംഗ്, മോർ. ഇതിൽ ഈ മോർ ഓപ്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് മോർ സെലക്ട് ചെയ്ത് അതിൽ ഡിഫോൾട്ട് സെലക്ട് ചെയ്യുക. മോർ ഡിഫോൾട്ട് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ഇവിടെ നോക്കണം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് പുതിയൊരു പ്രൊജക്റ്റ് വിൻഡോ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ സ്ക്രോൾ എന്ന് പറയുന്ന ഈ ഓപ്ഷനെ ജസ്റ്റ് ഒന്ന് അൺസെലക്ട് ചെയ്യുക. ആ ബ്ലൂ കളറായിരുന്നു, ഇപ്പോൾ അത് വൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാപ്പ് ഓൺ ഓഫ്, ഈ ഒരു സംഭവം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ ഉള്ളത് വൈറ്റ് ആക്കാം. മീൻസ് അത് ഓഫ് ചെയ്യാം നമുക്ക്. അത് ഈസി എഡിറ്റിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഡിവൈസസ്, ഇപ്പം നമുക്കറിയാം ഫോക്കസ് റൈറ്റ്, ഓഡിയോ, ക്രിയേറ്റീവ് തുടങ്ങിയ സൗണ്ട് കാർഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഓഡിയോ ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ട്. അത് കറക്റ്റായിട്ട് ഇൻ്റർഫേസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ നമുക്കറിയാം ഈ ഡിവൈസസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴെ ഡിവൈസ് സെറ്റപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ VST ഓഡിയോ സിസ്റ്റംസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ, ആ വിൻഡോയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോ ഡ്രൈവർ, ഇപ്പം നിങ്ങൾക്കിവിടെ ക്രിയേറ്റീവ് ആണോ അല്ലെങ്കിൽ ഫോക്കസ് റേറ്റ് ആണോ MOD ആണോ ഏത് ഡ്രൈവറാണെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ അടിക്കാം. അതിൻ്റെ ശേഷം ഓക്കെ അടിക്കാം. ഇതിവിടെ അൺടിക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ടിക്ക് ചെയ്യാതിരിക്കുക. എന്നിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് ഓഡിയോ റൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിവൈസസ് തന്നെ VST കണക്ഷൻസ് എടുക്കുക. ഡിവൈസസിൽ VST കണക്ഷൻസ് എടുത്തു. ഇതിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇങ്ങനെ 2 ടാബുകൾ നമുക്ക് മേലെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻപുട്ടിൽ നോട്ട് കണക്റ്റഡ്, ഒന്നും കണക്റ്റ് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഈ നോട്ട് കണക്റ്റഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈൻ ഇൻ മൈക്ക് 1 സെലക്ട് ചെയ്യുന്നു. അടുത്ത റൈറ്റ് ചാനലിൽ ലൈൻ ഇൻ മൈക്ക് 2 സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഇൻപുട്ട് ബസ് ഓക്കെയാണ്. ഇനി ഔട്ട്പുട്ട് ബസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ഔട്ട്പുട്ട് ബസ് ഓൾറെഡി പിന്നെ സൗണ്ട് ബ്ലാസ്റ്റർ സ്പീക്കർ 1ഉം സ്പീക്കർ 2ഉം കൊടുത്തിട്ടുണ്ട്. ഈ സൗണ്ട് ബ്ലാസ്റ്റർ എൻ്റെ സൗണ്ട് കാർഡാണ്. ഈ ഹൈ ഡെഫിനിഷൻ എന്ന് കാണുന്ന എൻ്റെ സിസ്റ്റത്തിൻ്റെ വിൻഡോസ് 7 ഓഡിയോ ഡ്രൈവറാണ് കാണുന്നത്. അതെല്ലാം നമുക്ക് വേണ്ടത്. ഇപ്പം എൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് പോകുന്നത്, മോണിറ്ററിലേക്ക് പോകുന്നത് സൗണ്ട് കാർഡ് വഴി ആയതുകൊണ്ട് സൗണ്ട് കാർഡ് 1ഉം ഒന്നാമത്തെ ചാനലിൽ, അടുത്ത ചാനലിൽ സൗണ്ട് കാർഡ് 2ഉം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഓഡിയോ ട്രാക്കുകൾ, ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഓഡിയോ ട്രാക്സ് ആവശ്യം വരും. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കരോക്കെ വെച്ചിട്ട് നമുക്കൊരു അതിൻ്റെ കൂടെ പാടി റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കിവിടെ ഒരു ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് ഈ ബ്ലാങ്ക് സ്പേസിൽ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യാം. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആഡ് ഓഡിയോ ട്രാക്ക് എന്ന് കാണാം. ഈ ആഡ് ഓഡിയോ ട്രാക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു വിൻഡോ വന്ന് ഇതിൽ കൗണ്ട്, എത്ര ഓഡിയോ ട്രാക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നാണ്. ഇവിടെ 1, 2, 3 എന്ന് നമുക്ക് എത്രയും വേണ്ടിച്ചാൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 ടൈപ്പ് ചെയ്യുന്നു, 3 ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 3 ട്രാക്കുകൾ വരും. എത്ര എണ്ണമാണോ കൊടുത്ത് അത്രയും ട്രാക്കുകൾ എനിക്ക് വരും. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 ട്രാക്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഓരോ ട്രാക്കുകൾ നമുക്ക് താഴേക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ബൗണ്ടറിയിൽ ജസ്റ്റ് കേഴ്സർ വെക്കാം. എന്നിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ ഓരോന്നിൻ്റെയും വെടുത്ത് നമുക്ക് കൂടി വരുന്നത് കാണാം. ഓക്കെ, രണ്ടാമത്തെ ട്രാക്ക്, മൂന്നാമത്തെ ട്രാക്ക്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പേരിൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഓഡിയോ 1 എന്ന് കാണുന്ന ഒരു ട്രാക്കിൻ്റെ നെയിമാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് അവിടെ കരോക്കെ ട്രാക്ക് എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അത് ഓരോ മൾട്ടിപ്പിൾ ട്രാക്ക് വരുമ്പോൾ ഓരോന്ന് ഏതാ ട്രാക്ക് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്. കരോക്കെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വോയിസ് അല്ലെങ്കിൽ വോക്കൽ 1, വോക്കൽ നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ ട്രാക്ക്. ഇവിടെ വോക്കൽ 2, സൗണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ട്രാക്ക്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഈ ഒരു ട്രാക്ക് കരോക്കയ്ക്ക് വേണ്ടിയിട്ടും ഇത് എൻ്റെ വോക്കലിന് വേണ്ടിയിട്ടും 2 ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഞാനൊരു പാട്ട് പാടി ഒരു ലൈൻ വെച്ച് കട്ടായി, അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് അടുത്തതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള ട്രാക്കിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ മാറി മാറി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ട്രാക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ട്രാക്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ റെക്കോർഡ് ബട്ടൺ കാണാം അല്ലേ. ഇവിടെ ഒരു
ഈ റെഡ് ആയിട്ട് ഗ്ലോ ചെയ്ത് കാണുന്നതാണ് റെക്കോർഡ് ബട്ടൺ. ഇത് ഏത് ട്രാക്കിൻ്റെ റെക്കോർഡ് ബട്ടണാണോ റെഡായി കിടക്കുന്നത് ആ ട്രാക്കിലാണ് റെക്കോർഡിങ് വരിക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ താഴത്തതിലാണ് ഞെക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ രണ്ടെണ്ണത്തിലും ഇപ്പോൾ എന്തായിട്ടുണ്ട്, റെഡായിട്ടുണ്ട്. ഇനി ആ റെക്കോർഡിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ചാനലിലും ഒരുപോലെ തന്നെ റെക്കോർഡിംഗ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2 ചാനലിലും ഒരുപോലെ റെക്കോർഡിംഗ് വന്നു. ഈ മുകളിൽ കാണുന്ന ഈ റെഡ് ബട്ടണാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞെക്കേണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പ്ലേ ബട്ടണാണ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത സാധനം പ്ലേ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ കേഴ്സർ കാണുന്നുണ്ടല്ലോ, ഈ കേഴ്സറിന് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റെക്കോർഡിംഗ് ആയത് നമുക്ക് പ്ലേ ബാക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് റെക്കോർഡിംഗ് കഴിഞ്ഞോ അതൊന്ന് പ്ലേ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് കഴ്സർ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്ലേ ബാക്ക് ബട്ടൺ അല്ലെങ്കിൽ കീബോർഡിൻ്റെ സ്പേസ് ബാർ ആണ് പ്ലേ ഓർ പോസ്. സ്പേസ് ബാർ ഇതുപോലെ ക്ലിക്ക് ചെയ്താലും കഴിയുന്നതാണ്. സ്പേസ് കീ ക്ലിക്ക് ചെയ്താൽ മതി പ്ലേ ബാക്കിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ 2 എണ്ണം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി എനിക്ക് ഈ നടുവിലെ ട്രാക്കിൽ മാത്രം റെക്കോർഡിംഗ് മതി എന്ന് വിചാരിക്കാം. സാധാരണ നമ്മൾ ഒരു ട്രാക്കിലാണ് അറ്റ് എ ടൈം റെക്കോർഡ് ചെയ്യുക. പിന്നോട്ട് ഇതിൻ്റെ ഈ റെക്കോർഡിംഗ് കീ മാത്രം എനേബിൾ ആക്കിയിടാം. എന്നിട്ട് ഞാൻ റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇനി റെക്കോർഡിംഗ് കീ റെക്കോർഡിംഗ് കീ എനേബിൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ആ ട്രാക്കിൽ മാത്രം റെക്കോർഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, എനിക്ക് റെക്കോർഡിംഗ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇത് കൊടുത്തൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഇതിമൊരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്റ്റഡ് ആയിട്ടാണ്. കാരണം ഇതിൻ്റെ ചുറ്റുഭാഗത്ത് മാത്രം ഒരു റെഡ് ഒരു എൻവലപ്പും ഒരു ബ്ലൂ പോയിൻറ്റ്സ് ഒക്കെ വന്നതാണ്. അത് സെലക്റ്റഡ് ആണ്. സോ അത് ഡിലീറ്റ് ബട്ടൺ കഴിഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ്. ഓക്കെ, ഇനി നമുക്ക് കരോക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ട്രാക്ക് കരോക്കെയാണ്. കരോക്കിൽ റെക്കോർഡിംഗ് വേണ്ട. സോ അത് നമുക്ക് ഡിസേബിൾ ആക്കിയിടാം. റെക്കോർഡിംഗ് ഇല്ല. ഇതിൽ കരോക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തുനിന്നും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കരോക്കെ ട്രാക്കുകൾ. ഇവിടെ ഒരു ട്രാക്ക് കിടക്കുന്നുണ്ട്, ഞാൻ അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് എനിക്ക്. അതൊരു സപ്പോർട്ടിംഗ് ട്രാക്ക് അല്ലായിരുന്നു. ഇവിടെ മറ്റൊരു ട്രാക്ക് കാണുന്നുണ്ട്. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ജസ്റ്റ് ഓക്കെ അടിക്കാം. അപ്പോൾ ആ ട്രാക്ക് ഇവിടെ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ ട്രാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രാഗ് ചെയ്തിടാം. അല്ല, ഇനി ഈ ഡ്രാഗ് ചെയ്ത സാധനത്തിന് നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇതിന്മേൽ കഴ്സർ വെക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടാനുസരണം അത് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇപ്പം നമുക്കറിയാം ഈ ഒരു ട്രാക്ക് ഇത് എന്ത് സൗണ്ട് ട്രാക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ഈ എൻഡിൽ ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൗസ് കഴ്സർ ഈ എഡ്ജിൽ കൊണ്ടുവെക്കുക. ഈ എഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഗതി വന്നല്ലോ, 2 സൈഡിലും ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ലൈൻ വന്നു. ഇനി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോർഷൻ പോകുന്നതായിട്ട് കാണാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നത് അത് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഈ കോർണറിൽ കൊണ്ടു നോക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് തന്നെ വലിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാനൊക്കെ ഈ ഒരു സംഗതി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വഴിയെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കരോക്കെ ട്രാക്ക് സെലക്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്താണ്, എനിക്കതല്ലാതെ തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ എനിക്ക് വേറൊരു ട്രാക്ക് ഡ്രാഗ് ചെയ്യാതെ ഏതെങ്കിലും ഫയൽ ലൊക്കേഷൻ ഒന്നും എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ട്രാക്കിൻ്റെ ഈ സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമിക്കണം, ഇവിടെ റൈറ്റ് ക്ലിക്ക് വർക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് ഫയലിൽ പോകാം. നമുക്ക് ഇവിടെ കാണുന്ന ഫയലിൽ ഒരു ന്യൂ ഫയൽ ഓഡിയോ കരോക്കെ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് ആൻ ഓഡിയോ ഫയൽ. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട ഫയൽ ഏത് ലൊക്കേഷനിൽ വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓപ്പൺ അടിച്ച് ജസ്റ്റ് ന്യൂ കൊടുത്ത് ഓക്കെ അടിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ട്രാക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കാണാം.
അപ്പോൾ ഈ ട്രാക്ക് വോക്കൽ 1 എന്നുള്ള ട്രാക്കായിരുന്നു സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ആ സെലക്റ്റഡ് ആയി കിടക്കുന്ന ട്രാക്ക് ഏതാണോ അതിലേക്കാണ് ഫയൽ വരുന്നത്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ അഥവാ ഈ ട്രാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരും. അഥവാ നമുക്ക് ഈ ട്രാക്കിലുള്ള സാധനത്തിന് ഇങ്ങോട്ട് മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് അപ്പുറത്തേക്ക് വലിച്ചിട്ടാൽ മതി. സിമ്പിളായിട്ട് കഴിയും. ഏത് ട്രാക്കിൽ വേണം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എൻ്റെ ആ കരോക്കെ ട്രാക്ക് എങ്ങനെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, പ്രശ്നമില്ല. നമുക്ക് മറ്റൊരു ട്രാക്കും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ആഡ് ട്രാക്ക്. പ്രശ്നം നമുക്കൊരു ട്രാക്ക് മതി, ഓക്കെ അടിക്കാം. ഓക്കെ, ഞാൻ നഷ്ടപ്പെട്ട ട്രാക്ക് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കരോക്കെ ട്രാക്ക് കിടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പേര് മാറ്റുന്നു. കരോക്കെ എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ വോക്കൽ ട്രാക്ക് ആയിരിക്കട്ടെ, ഇത് വോക്കൽ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കരോക്കെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാക്കിൽ, ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്ന സെലക്റ്റഡ് ആയിരിക്കുന്ന ട്രാക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എൻഷുർ ചെയ്യുക, ഇവിടെ റെക്കോർഡ് കീ എനേബിൾഡ് ആണ്, റെഡ് ആണ് എന്ന് എൻഷുർ ചെയ്യുക. ഇനി ഒന്നുമില്ല, നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് കീബോർഡിലെ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആരംഭിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ കേഴ്സർ കറക്റ്റ് പോയിന്റിലാണ്, നിങ്ങൾ എവിടെയാണോ പാടാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിലാണ് കേഴ്സർ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ജസ്റ്റ് റെക്കോർഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് ബട്ടൺ കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ മേലെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, എൻ്റെ ശബ്ദം ഞാൻ പാടുന്നത്, താഴെ റെക്കോർഡിങ്ങും വരുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ആവശ്യം റെക്കോർഡിങ് നിർത്തേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടെ റെക്കോർഡിംഗ് ബട്ടൺ ഞെക്കുക. റെക്കോർഡിംഗ് ഓവർ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത ഈ വോയിസിന് എങ്ങനെയാണ് എഫക്റ്റ് കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. എഫക്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ഇതിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു സ്പ്ലിറ്റ് ടൂള് കാണുന്നുണ്ട്. ഇവിടെ സ്പ്ലിറ്റ് മേലെ ഒരുപാട് ടൂൾസ് കാണിക്കുന്നുണ്ട്. അതിൽ സ്പ്ലിറ്റ്, ഒരു സിസേഴ്സ് കത്രികയുടെ ചിഹ്നം വരുന്ന ഈ സ്പ്ലിറ്റ് റൂള് ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഉദാഹരണം, എനിക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പാട്ടിന് നടുക്ക് വന്ന് ഈ ഒരു പോർഷൻ എനിക്ക് കട്ട് ചെയ്ത് കളയണം, അവിടെ ഒന്ന് റീ റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഈ പോർഷൻ കട്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ഈ ഒരു ട്രാക്കിൽ എനിക്ക് റീ റെക്കോർഡ് ചെയ്യണം. സോ അതുകൊണ്ട് എവിടെയാണ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ടിങ് പൊസിഷൻ അവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, വിടുക. അടുത്തതിൻ്റെ എൻഡ് പൊസിഷനിൽ കൊണ്ടുപോകുക, ജസ്റ്റ് ഒന്ന് വെറുതെ മൗസ് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ അതിന് കൂടെ വരും എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ശേഷം നമ്മൾ സ്പ്ലിറ്റ് ടൂള് 2 പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴയ കേഴ്സറിലേക്ക് തന്നെ പോകാം. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു പോർഷൻ, ഇപ്പോൾ ഈ ഒരു ട്രാക്ക്, ഈ ഒരു സിമ്പിൾ വോയിസ് 3 ഭാഗമായിട്ട് മാറി. ഒന്ന് ഇത് കണ്ടോ, ഇവിടെ മാത്രം സെലക്ട് ചെയ്തു, ഒന്ന് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഒരു പീസ്, ഒന്ന് ഈ പീസ്, ഇങ്ങനെ 3 പീസായിട്ട് അതിനെ മുറിച്ച് നമുക്ക് ഈ പീസ് മാത്രം ഡിലീറ്റ് ചെയ്യാം. സോ ഈ പീസ് കൊടുത്ത് ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ ഇത് മാത്രം സെലക്റ്റഡായി. ഡിലീറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം പോയി. ഓക്കെ, ഇനി എനിക്ക് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വോയിസ് ഇപ്പോൾ ഇത്രയും ഭാഗം എനിക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോർണറിൽ ഒന്ന് കേഴ്സർ വെക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഇങ്ങോട്ട് വലിക്കുക, ഒന്നും കൂടെ കറക്റ്റായി. എനിക്കിപ്പോൾ അതുപോലെ തന്നെ പാട്ട് ഇവിടെയാണ് തുടങ്ങുന്നത്, എനിക്ക് ഇത്രയും പോർഷൻ എനിക്ക് ആവശ്യമില്ലാത്തതാണ്. സോ ഈ കേഴ്സർ ഈ ഒരു മൂലയിൽ, ഇവിടെ ഈ മൂലയിൽ കൊണ്ടുവന്ന് വെക്കുക. ജസ്റ്റ് ലെഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു പർട്ടിക്കുലർ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അവിടെ പാട്ട് പാടിയത് ശരിയായില്ല. അതുകൊണ്ട് ആ പോർഷൻ മാത്രം എനിക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് ഈ ട്രാക്കിൽ തന്നെ റെക്കോർഡ് ചെയ്താൽ ഓവർലാപ്പ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെക്കോർഡിംഗ് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. ഇവിടുത്തെ റെക്കോർഡിംഗ് ഡിസേബിൾ ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം താഴത്തെ ട്രാക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് താഴത്തെ ട്രാക്ക് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ റെക്കോർഡിംഗ് ഞാൻ എനേബിൾ ആക്കി. എന്നിട്ട് കേഴ്സർ ഇവിടെ കൊണ്ടുവച്ചു, കാരണം നമുക്ക് ഇവിടുന്ന് ഇത്രയും പോർഷൻ റെക്കോർഡ് ചെയ്താൽ മതി. കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിന് ശേഷം റെക്കോർഡിംഗ് കൊടുത്തു. ഇപ്പം നമുക്ക് കാണാം ആ ഒരു ഭാഗം മാത്രം റെക്കോർഡിംഗ് ആയിട്ടുണ്ടാകും. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ഭാഗം മാത്രം റെക്കോർഡിംഗ് വരുന്നു. സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെയുള്ള ഭാഗം കട്ട് ചെയ്തു, ആ ഭാഗം താഴെ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഒരു പാട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പം ഈ ട്രാക്കിൽ എഫക്റ്റ് കൊടുക്കുന്നില്ല, ഞാൻ ഈ ട്രാക്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഇ എന്ന് കാണുന്ന എഫക്റ്റ് ബട്ടൺ ഇ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എഫക്റ്റ് കൊടുക്കാനുള്ള ട്രാക്കുകൾ കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ 1, 2, 3, 4 ഇതൊക്കെ ഓരോ എഫക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് എഫക്റ്റ് റാക്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ പ്ലേ പോലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ വരും. സോ ഫസ്റ്റ് നമുക്ക് ഇക്ക് കൊടുക്കാം, ഇക്വലൈസർ. അപ്പോൾ ഈ ജസ്റ്റ് ഈ ബട്ടണിലും ക്ലിക്ക് ചെയ്യാം.
ഇ ക്യൂവിൽ സ്റ്റുഡിയോ ഇ ക്യൂ സെലക്ട് ചെയ്യാം. സ്റ്റുഡിയോ ഇ ക്യൂവിൽ ഈ കാണുന്ന സ്പേസിൽ ഓൾറെഡി അതിൽ സേവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു സ്പേസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മേലേക്ക് ഡ്രാഗ് ചെയ്താൽ ലീഡ് വോക്കൽ മെയിൽ സെലക്ട് ചെയ്യാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇങ്ങനെയാണ് ലീഡ് വോക്കൽ മെയിൽ. ഇതിൽ ഈ പോർഷൻ മാത്രം, ഈ ഒരു ക്രിസ്പി വോയിസ് കിട്ടാണ്ട് ഈ ഒരു പോർഷൻ മാത്രം, ഈ ഒരു പോയിന്റിൽ മാത്രം ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് മേലേക്ക് വലിച്ചാൽ ഒന്നും കൂടി ട്രബിളായിട്ടുള്ള ക്രിസ്പി വോയിസ് നമുക്ക് കിട്ടും. ഈ പോർഷനിൽ അധികം കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റുഡിയോ ഇക്വലൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വോയിസ് വേണ്ട രൂപത്തിൽ അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓരോ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇതിൽ ഒന്നുകൂടെ നമ്മുടെ വോയിസിൻ്റെ ക്ലാരിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൊടുക്കാം. ഗേറ്റ്. സോ ഒന്നുകൂടെ ഇത് പ്രസ് ചെയ്യാം. ഇവിടെ ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക്സിൽ ഗേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഗേറ്റ് സെലക്ട് ചെയ്യാം. ഈ ഗേറ്റിൽ തന്നെ നമുക്ക് വേണ്ട എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ലീഡ് വോക്സ് എന്നുള്ള. സോ ഇവിടെ ഈ ഒരു സ്പേസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലീൻ ലീഡ് വോക്സ് സെലക്ട് ചെയ്യാം. ക്ലീൻ ലീഡ് വോക്സ് വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ത്രഷോൾഡ് വാല്യൂ, ഇവിടെ ഈ -26 എന്ന് കാണുന്ന ത്രഷോൾഡ് വാല്യൂ, ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊരു 34ലേക്ക്, ഒരു -34 സംതിങ്ങിലേക്ക് അത് കൊണ്ടുവരാം. 34ലേക്കാം. അതുപോലെ അറ്റാക്ക് 10 ആക്കി മാറ്റാം. അറ്റാക്ക് എന്നുള്ളത് 10 ആക്കി മാറ്റാം. ഓക്കെ, ഇത്രയും അതിൽ ചെയ്താൽ മതി. ഗേറ്റിൽ -34 ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അറ്റാക്ക് 10. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ റിവർബ് അതുപോലെ തന്നെ ഡിലേ, ഈ രണ്ട് മെയിൻ എഫക്റ്റുകൾ കൊടുക്കാൻ പോവാണ്. അടുത്ത ചാനൽ നമുക്ക് ഡിലേ കൊടുക്കാം. സോ ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിലേയിൽ താഴെ കാണുന്ന സ്റ്റീരിയോ ഡിലേ സെലക്ട് ചെയ്യാം. ഈ സ്റ്റീരിയോ ഡിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1 by 1 എന്ന് കാണുന്ന ഈ പോർഷനിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് റിതത്തിൻ്റെ രൂപത്തിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഫസ്റ്റ് ഈ സിങ്ക് എന്ന് കാണുന്ന അൺസെലക്ട് ചെയ്യുക. സിങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിതത്തിനോട് സിങ്ക് ചെയ്തിട്ട് വരുന്ന 1/2, 1/32, 1/8 ആ ഒരു റിതത്തിൻ്റെ ഇതിലാണ് വരിക. സോ അത് വേണ്ട. ഈ സിങ്ക് എന്നുള്ള അൺസെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ സിങ്ക് എന്നുള്ള അൺസെലക്ട് ഈ ഭാഗത്തും സിങ്ക് അൺസെലക്ട് ചെയ്തതിൻ്റെ ശേഷം, കൺഫ്യൂഷൻ വന്നെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം, ഒന്നുമില്ല. ഇവിടെ നമ്മൾ സ്റ്റീരിയോ ഡിലേ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റീരിയോ ഡിലേ ഒന്നും കൂടെ കൊടുക്കുന്നത് എങ്ങനെ ആദ്യം മുതൽ ഒന്ന് നോക്കാം. ഇവിടെ എനിക്ക് സ്റ്റീരിയോ ഡിലേ ഞാൻ ഒഴിവാക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോ എഫക്റ്റ് കൊടുത്തു, സ്റ്റീരിയോ ഡിലേ ഡിസ്കാർഡ് കൊടുക്കുക. പോയിട്ടുണ്ട്. ആദ്യം മുതൽ ഞാൻ സ്റ്റീരിയോ ഡിലേ കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡിലേയിൽ സ്റ്റീരിയോ ഡിലേ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ സിങ്ക് എന്നുള്ളത് അൺസെലക്ട് ചെയ്തു. രണ്ട് സ്ഥലത്തും സിങ്ക് അൺസെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഡിലേ എന്നുള്ള വാല്യൂ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 400, ഈ സൈഡിൽ ഞാനൊരു 420 കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇങ്ങനെ പരീക്ഷിച്ചു. ഇവിടെ വേണമെങ്കിൽ ഇവിടെയും 400, ഇവിടെയും 400, ഇവിടെ 500, 530 അങ്ങനെ ഇഷ്ടമുള്ള വാല്യൂസ് പരീക്ഷിച്ച് നോക്കിക്കൊണ്ട് അതിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എപ്പോഴും ഫീഡ്ബാക്ക് ഒരു 25 റേഞ്ചിൽ ഇടുന്നതായിരിക്കും ഭംഗി. അതുകൊണ്ട് കുറച്ചിട്ട് അത് 25 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. ഫീഡ്ബാക്ക് ഈ സൈഡിലും കുറച്ചിട്ട് ഒരു 25, 24 റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ ലോ എന്നുള്ളത് നമ്മൾ ഫ്രീക്വൻസി റേഞ്ചാണ്. ലോ എന്നുള്ളത് കൂട്ടിയിട്ട് ഒന്ന് ഈ എഡ്ജിൽ കൊണ്ടു നോക്കാം. ജസ്റ്റ് ഒരു 300 റേഞ്ചിൽ. ഈ ഭാഗത്തും ലോ എന്നുള്ളത്
ഒരു 300 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. ഹൈ എന്നുള്ളത് ഒരു 12,000 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് ഹൈ എന്നുള്ളത് ഒരു 12,000 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. ഇവിടെ പാൻ എന്നുള്ളത് നമുക്കൊരു -91-90 റേഞ്ചിൽ കൊണ്ടുവരാം. ഇവിടെ പാൻ എന്നുള്ളത് ഒരു +90 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, മിക്സ് എത്രത്തോളം വേണമെന്ന് ഇത് കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മിക്സ് ഒരു 40, 38, 35 റേഞ്ചിൽ വെക്കാം മിക്സ്. ഓക്കെ, എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം ഇനിയും വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റീരിയോ ഡിലേയിലാണെങ്കിൽ സ്റ്റീരിയോ ഡിലേയുടെ മേലെ ഈ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാട്ട് ഇവിടെ ഈ പ്ലേ ബട്ടൺ കണ്ടല്ലോ, ഈ പ്ലേ ബട്ടണിൽ പാട്ട് പാടിപ്പിക്കുക. അപ്പോൾ ഇവിടെ മുതൽ പാട്ട് പാടിപ്പിക്കുക, എന്നിട്ട് ഈ ഞെക്കുക, അപ്പോൾ റാക്ക് വരും. എന്നിട്ട് ഇതെടുക്കുക, ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് പാട്ടിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ പാട്ട് സ്റ്റോപ്പ് ചെയ്യട്ടെ. യെസ്, ഇനി നമുക്ക് റിവർബ് കൊടുക്കാം. റിവർബ് ഇവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. താഴെ റിവർബിൽ റൂം വർക്ക് SE സെലക്ട് ചെയ്യുന്നു. റൂം വർക്ക് SE സെലക്ട് ചെയ്തു. ഇതിൽ പ്രീ ഡിലേ ഒരു 110 കൊടുക്കാം. ഓക്കെ, പ്രീ ഡിലേ ഞാനൊരു 110 കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ റിവർബ് ടൈം നമുക്ക് 1 തന്നെ കിടന്നോട്ടെ, ഡിഫ്യൂഷൻ 50. പിന്നെ ഇത് നമുക്ക് ലോ ഹൈ മിക്സ് എന്നിങ്ങനെ കാണുന്നുണ്ട്. അതിൽ ലോ എന്നുള്ളതൊരു 80 ആക്കാം, ഒരു 80 ആക്കാം. ഹൈ എന്നുള്ളത് നിങ്ങളൊരു 116 കൊടുത്തോ. ഓക്കെ, ഇതിൽ മിക്സ് 40 തന്നെ കിടന്നോട്ടെ. ഇപ്പം നിങ്ങൾക്ക് റിവർബ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതല്ലെങ്കിൽ മറ്റൊരു റിവർബ് കൂടെയുണ്ട്. സോ ഞാൻ ഈ റിവർബിൻ്റെ പകരം മറ്റൊരു റൂം വർക്ക്സ് മാത്രമുള്ളതുണ്ട്. അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതാണ് വേണമെങ്കിൽ റിവർബ് വെറും റൂം വർക്ക്സ് എടുക്കാം, ഡിസ്കാർഡ് കൊടുക്കാം. നേരത്തെ ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ഓപ്ഷൻസ് കൂടുതലുള്ളൊരു റിവർബ് വരും. ഇവിടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീ ഡിലേ ഇവിടെ വരുന്ന പ്രീ ഡിലേ ഒരു 110 100 ഒക്കെ കൊടുക്കാം. റിവർബ് ടൈം 1 തന്നെ മതി. ഇനി ഈ സൈസ്, ഡിഫ്യൂഷൻ, വിഡ്ത്ത് ഇതൊക്കെ നിങ്ങളുടെ റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഒക്കെ. ലോ ഫ്രീക്വൻസി കുറച്ചും ഹൈ ഫ്രീക്വൻസി കൂടുതലാക്കിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലോ ഫ്രീക്വൻസി ലോ റേഞ്ചിലിടാം, ഹൈ ഫ്രീക്വൻസി കുറച്ച് ഹൈ റേഞ്ചിലിടാം. അതുപോലെ തന്നെ ഈ മിക്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അത്യാവശ്യമായിട്ടുള്ള എഫക്റ്റുകൾ. ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എഫക്റ്റുകൾ കാലാകാലത്തേക്കായിട്ട് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ബട്ടൺ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് പ്രീസെറ്റ് എന്നുണ്ടാകും. സേവ് പ്രീസെറ്റ് അടിക്കുക. ഇവിടെ നിങ്ങളുടെ പേരോ എന്തെങ്കിലും പേരടിച്ചിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഇവിടെ ഫുൾ എഫക്റ്റ് സേവ് ആയിട്ട് കാണും. ഇനി നമുക്ക് അടുത്ത ട്രാക്കിൽ ആ മൊത്തം എഫക്റ്റ് ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഓഡിയോ ട്രാക്കാണ്. അപ്പോൾ ഈ ട്രാക്കിൽ ആ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ട്രാക്കിൽ ക്ലിക്ക് ചെയ്തു. 4 ഒന്നായിട്ട് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഈ ബട്ടൺ ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ കണ്ടോ, ഇവിടെ YTV നേരത്തെ സേവ് ചെയ്ത സാധനം വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, 4 ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് പാട്ട് എങ്ങനെ സേവ് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. പാട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഈ എഡിറ്റിങ്ങിൻ്റെ സമയത്തും സേവിങ്ങിൻ്റെ സമയത്തും വളരെ അത്യാവശ്യമായുള്ള 2 കീകളാണ് ജിയും എച്ചും. കീബോർഡിൽ ജി ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സൂം ഔട്ട് ചെയ്തു. ഇനി എച്ച് ഞെക്കി കഴിഞ്ഞാൽ സൂം ഇൻ ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ജിയും എച്ചും നിങ്ങൾക്ക് ഏത് സമയത്ത് ഉപകാരപ്പെടുന്നതാണ്. സോ ജി ഞെക്കിക്കൊണ്ട് ഞാനിതിനെ ചെറുതാക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗം എൻ്റെ പാട്ടുണ്ട്. സോ നിങ്ങൾ ഈ മേലെ കാണുന്ന 2 കേഴ്സറുകളുണ്ടല്ലോ, 2 സെലക്ഷൻ. ഈ സെലക്ഷനിലെ ഈ ബ്ലൂ ഏരിയയിൽ വരുന്ന സാധനം മാത്രമേ നമ്മുടെ പാട്ടിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ. ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വന്നു. സ്റ്റാർട്ടിങ് സെലക്ഷൻ ഇവിടെയുണ്ട്. നിങ്ങളെ കേഴ്സർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കുക. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ കേഴ്സർ ഇങ്ങോട്ട് വരും. എന്നിട്ട് എച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ കൂടി വരും. സോ നമ്മൾ പാട്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ ഒന്നും കൂടെ ഈ സെലക്ഷൻ ഒന്നും കൂടി ഇപ്പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പാട്ടുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഭാഗത്ത് സ്റ്റാർട്ടിംഗ് ഭാഗത്ത് എന്തായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജി ഞെക്കിയിട്ട് അത് സൂം ഔട്ട് ചെയ്യാം. എന്നിട്ട് കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് നോക്കാം. കേഴ്സർ ഇപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടൊന്ന് എച്ച് ഞെക്കുക. ഇപ്പോൾ നമ്മുടെ പാട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് സെലക്ഷൻ ഇവിടെ തന്നെയാണുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം വേണമെങ്കിൽ ജി കിട്ട് നോക്കാം. ഇപ്പോൾ
കണ്ടല്ലോ, ഈ ബ്ലൂ ആയി കിടക്കുന്ന ഏരിയയുള്ള പാട്ട് മാത്രമേ വരുള്ളൂ. ഇത്രയും സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഫയലിൽ പോവുക. ഫയലിൽ എക്സ്പോർട്ട് ഓഡിയോ മിക്സ് ഡൗൺ. ഇവിടെ ഈ ഭാഗത്ത് നിങ്ങളെ പാട്ടിന് വേണ്ട പേരെന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കയറ്റാം. ഇവിടെ നിങ്ങൾ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നുള്ള ഈ രണ്ടാമത്തെ സെക്ഷനിൽ കൊടുക്കാം. എല്ലാം സെലക്ട് ചെയ്തതിൻ്റെ ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാട്ട് ഇതുപോലെ സേവ് ആവുന്നതാണ്.